പ്രിയപ്പെട്ട ലീഡേഴ്സ്, ഞാൻ ജോഷി പനമ്പിൽ. ട്രില്യൻസ് ക്ലബിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സെക്കൻഡ് ഫേസിലേക്ക് സിൻസിനോ ഗ്ലോബൽ കടക്കുകയാണ്. നമ്മളെല്ലാവരും 2 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 3-ാം മാസത്തിലേക്ക് നമ്മളെല്ലാവരും കാലെടുത്ത് വയ്ക്കുകയാണ്. ആ കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രോഗ്രസ് ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രോഗ്രസ് ചെക്ക് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളുടെ ആക്സിലേറ്റർ കൂട്ടാനായിട്ട്. അപ്പോൾ നമ്മളെവിടെ ജോയിൻ ചെയ്തു, നമ്മളെവിടെ നിൽക്കുന്നു, ഇപ്പോൾ നമ്മൾ എന്തെല്ലാം അച്ചീവ് ചെയ്തു, നമ്മൾ അടുത്ത എത്ര ടീം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് കൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഗിയർ ഒന്ന് മാറ്റി നമുക്ക് അടുത്ത ഗിയറിലേക്ക് 3rd 4th ആക്കേണ്ട സമയമായി കഴിഞ്ഞു. കാരണം നമ്മളുടെ ലീഡേഴ്സ് 1 മാസം കൊണ്ട് ക്രൗൺ ഡയമണ്ട് അച്ചീവ് ചെയ്ത ലീഡേഴ്സാണ്. 1 മാസം കൊണ്ട് ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്ത ലീഡേഴ്സാണ്. 1 മാസം കൊണ്ട് ഡയമണ്ട് അച്ചീവ് ചെയ്ത ലീഡേഴ്സാണ്. 1 മാസം കൊണ്ട് എക്സിക്യൂട്ടീവ് റാങ്ക് അച്ചീവ് ചെയ്ത ലീഡേഴ്സാണ്. നമ്മുടെ മുന്നിൽ അവരെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ ലെവലിലേക്ക് എത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം എന്താണ്, അതിന് ടീമിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മീറ്റിങ്ങുകളെല്ലാം പങ്കെടുക്കേണ്ടതായ ആവശ്യമുണ്ട്. വർക്ക് ലിസ്റ്റെല്ലാം പുതിയ ലിസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് ക്ലോസ് ചെയ്യാനായിട്ട് ലീഡേഴ്സിൻ്റെയും ഒപ്പം സൂം മീറ്റിങ്ങുകളും അതേപോലെ ഹോൾ മീറ്റിങ്ങുകളും എല്ലാം അവരെ പങ്കെടുപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്ക് നമ്മൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകം വരേണ്ട സമയമായി. ഫാസ്റ്റ് സ്റ്റാർട്ടിൽ നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് 3-ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും 6 കസ്റ്റമർ ഐ ഡി ചെയ്യേണ്ട സമയമായിട്ടാണ്. ഇത് അച്ചീവ് ചെയ്ത ലീഡേഴ്സിനാണെങ്കിൽ 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും നമുക്ക് 20 PV 20 ക്രെഡിറ്റ്സ് നമുക്ക് പേഴ്സണൽ ക്രെഡിറ്റ് ആയിട്ടും എക്സിക്യൂട്ടീവ് റാങ്കുള്ള ആൾക്കാർക്ക് 50 ക്രെഡിറ്റും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക്കലി കമ്പനി പറഞ്ഞിട്ടുള്ള നമ്മൾ ജോയിൻ ചെയ്തു 2 സ്പോൺസറെ കൊണ്ടുവരാനുള്ളതാണ്. 2 സ്പോൺസറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ 6 കസ്റ്റമർ ഐ ഡി കൊണ്ടുവരാനാണ്. അത് കഴിഞ്ഞാൽ അവരുടെ താഴത്ത് 2 പേരെ കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് ഓരോ സിസ്റ്റം ആദ്യം നമുക്ക് 11,500 കിട്ടും. രണ്ടാമത് നമുക്ക് 70,000 രൂപയുടെ അടുത്ത് നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ടിൽ ഇൻകം കിട്ടും. നമുക്ക് അതുപോലെ തന്നെ 3-ാമത് വരുമ്പോൾ നമുക്ക് 150 പേ പോയിൻ്റ് നമുക്ക് 3-ാമത്തെ ഇതിൽ കിട്ടും. അതേപോലെ നമുക്ക് 1200 പേ പോയിൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് നമുക്ക് ആ ഫാസ്റ്റ് ട്രാക്കിൽ ഇൻകം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം നമുക്ക് ഒരുപാട് വലിയ ലെവലിലുള്ള ഒരു ഇൻകം തിരിച്ചു തരുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ എക്സിക്യൂട്ടീവ് വരെയുള്ള റാങ്കുള്ളവർക്ക് അതിന് ശേഷം 10%, അതിന് ശേഷം ടീം ബോണസായിട്ട് നമുക്ക് 15% നമുക്ക് എക്സിക്യൂട്ടീവ് അബോവ് ലീഡേഴ്സിന് കിട്ടുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നിരവധി ക്യാബ് ബോണസുകൾ, അതേപോലെ തന്നെ മെൻറ്റർ ബോണസുകൾ, അതേപോലെ തന്നെ ഓരോരോ ബോണസുകൾ അഡീഷണൽ വരും. നമുക്ക് ടോട്ടൽ ടീം ബോണസ് ഡയറക്ടർ എൻ്റെ അബോവ് കിട്ടുന്നുള്ളതാണ്. ആ ഡയറക്ടർ അബോവ് എന്ന് പറയുന്നപ്പോൾ നമ്മൾ 4.5% മുകളിൽ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരവസ്ഥയിൽ നമ്മളുടെ ടോപ്പ് അപ്ലൈനായിട്ടുള്ള ആൻഡ്രൂസ് സാറ് നമുക്ക് അദ്ദേഹത്തിന് ടോട്ടൽ ടീമിൻ്റെയും ഒരു 20% അടുത്ത് ആൾക്ക് ഇൻകം കിട്ടുന്നതാണ്. ഒരു 4.5% ആണെങ്കിൽ 19-20% കിട്ടുന്നതാണ്. ഇതൊക്കെ ടോട്ടൽ ടീമിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ വോളിയം 4 മാസം മുമ്പ് 80 ലക്ഷം ആയിരുന്നെങ്കിൽ നമ്മുടെ ഓരോ ലീഡേഴ്സിനും നമ്മുടെ ടീമിൽ ഇപ്പോൾ 1 കോടിയേക്കാൾ മുകളിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാകാൻ പോവുകയാണ്. അതിന് മുകളിൽ നമുക്ക് എന്താ പറയുക 100 UPK എന്ന് പറയുന്ന ഒരു ഡ്രീം മന്ത്ലി നമ്മളുടെ 2 സൈഡിലും ഉണ്ടാകാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് 100 UPK 1.5 കോടി 3 കോടി വരെ ബിസിനസ് നമ്മൾ എടുത്ത് നടക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് റാങ്കിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് അവർക്ക് എത്ര ഇൻകം കിട്ടും? ഓരോ റാങ്കിലും നമുക്ക് റാങ്ക് പിടിച്ച് മുന്നോട്ട് പോകലാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ ഓരോ റാങ്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്ന് വോയിസ് ഇടാനുള്ള കാരണം. ഈ മാസം നമ്മൾ മാക്സിമം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ, ഓരോ ലീഡർമാരും ഒരാളെങ്കിലും ജോയിൻ ചെയ്യിപ്പിച്ചാൽ ആ ജോയിൻ ചെയ്ത ലീഡർക്കും അതെടുത്തുള്ള ലീഡർക്കും ECBX അടുത്ത മാസം കിട്ടുന്നുള്ളതാണ്. നമ്മൾ അടുത്ത മാസം വെൽ പ്ലാൻഡ് ആയിട്ട് 24-ന് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന്
നമ്മൾ അവിടേക്ക് ബാംഗ്ലൂരിലേക്ക് നമ്മുടെ ലോഞ്ചിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ നിരവധി അച്ചീവേഴ്സ് നിറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കണം. കേരളത്തിൽ നിന്നൊരു ട്രെൻഡ്, മെഗാ ട്രെൻഡിൽ കേരളം ടോപ്പാവണം. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബിസിനസ് ചെയ്യുന്ന സ്ഥലം കേരളമായി മാറണം. അതേപോലെ നമ്മുടെ ലീഡേഴ്സിന് അച്ചീവ്മെൻറ്റ് നിറച്ചുണ്ടാവണം, എല്ലാവർക്കും പൈസ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിലുള്ള റാങ്ക് നമ്മൾ ഇന്നലെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂമിൽ കുറേ അധികം ആൾക്കാർ അത് മാതൃകയായി എടുത്തുകൊണ്ട് നമ്മുടെ ഒപ്പമുള്ള ലീഡർ അവരവരുടെ ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. അതായത് വളരെ സിമ്പിളായിട്ട് ഈ IPSC എടുക്കുന്ന ആൾക്കാർക്ക് എക്സിക്യൂട്ടീവ് റാങ്കും ഗോൾഡ് റാങ്കും ഡയമണ്ട് റാങ്കും അച്ചീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. എക്സിക്യൂട്ടീവ് റാങ്ക് നമ്മൾ ഡ്രീം ചെയ്യുന്നത് മിഷൻ 120 ഡേയ്സിൽ നമ്മൾ എല്ലാവർക്കും ഡയമണ്ട് ഏപ്രിൽ 14 നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അടുത്ത നമ്മൾ ജൂലൈ 31 വരെക്കുള്ളിൽ നമ്മൾ ഒരു 50 ഡയമണ്ട് അച്ചീവേഴ്സിനെ ഒരു 100 എക്സിക്യൂട്ടീവ് റാങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 50 ഡയമണ്ട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് സ്കില്ലേഴ്സ് ക്ലബിൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ലീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ആ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആൾക്കാർക്ക് മാക്സിമം ഇൻകം ഉണ്ടാക്കി കൊടുക്കാനും ഒപ്പം വരുന്ന ആൾക്കാർക്ക് അവർക്ക് അച്ചീവ്മെൻറ്റിൽ ഉണ്ടാക്കാനായിട്ടുള്ള സിസ്റ്റവും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവർക്കും പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞു. ആ പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞു. ഇനി ആലോചിക്കേണ്ട വളരെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുന്നത് കസ്റ്റമർ ക്രിയേഷനിലൂടെയാണ്. കസ്റ്റമർ ക്രിയേഷനിലൂടെ നമുക്ക് മാക്സിമം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ ക്രിയേഷൻസ് വളരെ നമുക്ക് ഒരു വീട്ടിൽ ചെന്നാൽ ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻസിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ് മനസ്സിലാക്കി omega-3 റേഷ്യോ നമുക്ക് 100% അത് എല്ലാ വ്യക്തികൾക്കും കുറവാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അവിടുത്തെ ഫുഡ് രീതികളും നമ്മുടെ അവിടുത്തെ സിസ്റ്റം കറക്റ്റല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ രീതിയൊക്കെ നമുക്കത് കുറവ് എല്ലാവർക്കും ഉണ്ടാവും. ആ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മളുടെ 4 മാസം കൊണ്ട് 100% അല്ലെങ്കിൽ 98% നമുക്ക് നമ്മുടെ ഈ കഴിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 2 ടെസ്റ്റ് കിറ്റും നമ്മൾ 4 അവർക്ക് ആവശ്യം 4-5 ഓയിലും നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് കൊടുത്തു പോരാൻ പറ്റും. അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഈ നമ്മളുടെ 148-200 എന്ന് പറയുന്ന 148-200 എന്ന് പറയുന്ന ഫാമിലി പാക്ക് എടുക്കാനായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കണം, കൺവിൻസ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 148-200 എടുക്കാതെ നമ്മൾ ചെറിയ പാക്കേജ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആദ്യത്തെ മാസം തന്നെ 10 കസ്റ്റമർ ID ചെയ്യേണ്ടി വന്നു. എക്സിക്യൂട്ടീവ് റാങ്ക് അടിച്ചു. അതിനുശേഷം 3ാമത്തെ റാങ്ക് ആയപ്പോഴേക്കും നമുക്ക് ഇനാക്റ്റീവായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേഴ്സണൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 12 ചെയ്ത് കഴിഞ്ഞു. ഈ മാസം 2 വീണ്ടും 14ആയി. 3ാമത്തെ മാസം ആകുമ്പോഴേക്കും 14 ചെയ്തു. ഇനി വെറും 9 മാസം കൊണ്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും അല്ലെങ്കിൽ 2 വെച്ച് ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഈ 1.12 GST കഴിച്ച് തിരിച്ച് കിട്ടുന്നുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അത് എടുക്കാനും അത് അവരുടെ തന്നെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ ഓൺ ദ സ്പോട്ട് നമുക്ക് 2 കഴിവുള്ളവർക്കാണെങ്കിൽ 2 ലെഫ്റ്റും റൈറ്റും നമുക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് ആ 3 UPക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 75 എണ്ണം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കസ്റ്റമർ ക്രിയേഷൻസ് ചെയ്തതിലൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കഴിവുള്ളവർ മാത്രം എടുത്താൽ മതി. നമ്മൾ യാതൊരു നിർബന്ധങ്ങളും നമ്മൾ ആ കൺവിൻസിങ് ഒന്നുമല്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. അവരത് എടുത്ത് ഒരു 1 ഇയർ ഫുൾഫിൽ ആവുന്ന സമയത്ത് അവർക്ക് പ്രൊഡക്റ്റ് മതി എന്ന് പറയാൻ വെച്ചാൽ 9 ലക്ഷം രൂപ വരെ അടുത്ത് മുകളിൽ അവർക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും ടോട്ടൽ. അതെടുക്കുമ്പോൾ 1.12 കിട്ടും. അത് 1.12 പ്രൊഡക്റ്റ് ക്യാഷ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഡബിൾ 2.24 പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ 3.36 ഒരു ID എടുത്ത ആൾക്ക് കിട്ടും. അപ്പോൾ 3.36 എടുക്കുന്ന ഒരു വ്യക്തിക്ക് 10 ലക്ഷം രൂപ ഇൻകം കിട്ടാൻ സാധിക്കും. കസ്റ്റമർ ക്രിയേഷനിലൂടെ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ടീം ഡെവലപ്മെൻറ്റ്, നമുക്ക് ഒപ്പമുള്ള ആൾക്കാരെ സ്പോൺസർ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും തയ്യാറാണെങ്കിൽ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നല്ല ആൾക്കാരാണെങ്കിൽ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഈ ഇയർലി കിട്ടുന്ന ഡബിൾ പ്രൊഡക്റ്റും അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഈ കിട്ടുന്ന ക്യാഷ് അവർ വർക്ക് ചെയ്ത് തുടങ്ങുന്ന ക്യാഷ് അവർക്ക് കൊടുക്കാം. അപ്പോൾ അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നല്ല ജെന്യൂൻ ലീഡേഴ്സിനെ
സ്പോൺസർ ചെയ്തുകൊണ്ടും ഈ ബിസിനസ് വർദ്ധിപ്പിക്കാം. നമ്മൾ എത്ര ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളത്, എത്ര ആൾക്കാരെ നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ സക്സസ്. വളരെ വലുതായിട്ട് നമുക്ക് ഈ ബിസിനസ്സിനെ എടുക്കാൻ പറ്റും. ഡയമണ്ടൊക്കെ ഡെയിലി സംഭവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്ലാൻ ഇംപ്ലിമെൻ്റ് ആവാൻ തുടങ്ങി. അതിന് കഴിവുള്ള ലീഡേഴ്സ് ഫോക്കസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ 54 ലക്ഷത്തോളം രൂപ ചെയ്ത് കഴിഞ്ഞാൽ 36 ലക്ഷത്തോളം തിരിച്ചു കിട്ടുന്ന ഒരു സ്റ്റേജ് നമുക്കുണ്ട്. അതിന് നമ്മൾ താഴത്തുള്ള ലീഡേഴ്സിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ ഒരു ഡയറക്ടർ റാങ്കിലൊക്കെ 5 മുതൽ 10 ലക്ഷം രൂപ വരെ മാസം കിട്ടാനും, ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആയുർവേദ ഡോക്ടർമാരുടെ അടുത്തും അതുപോലെ തന്നെ മറ്റുള്ള ഹോമിയോ ഡോക്ടർമാരുടെ അടുത്തും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മുഖാന്തരവും അല്ലെങ്കിൽ നമ്മളാൾക്കാരെ സിസ്റ്റമാറ്റിക്കലി നമ്മുടെ ലീഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സിസ്റ്റം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ബെനിഫിറ്റ് കിട്ടുന്നുള്ളതാണ്. നമ്മളിവിടെ നിറച്ച് പൈസയുണ്ട്, നമ്മൾക്ക് ബ്ലാങ്ക് ചെക്കാണ് നമ്മുടെ കമ്പനി തന്നിരിക്കുന്നത്. നമ്മളുടെ കഴിവനുസരിച്ച് ബിസിനസ്സാണ്, ഇതൊരു പക്ക ബിസിനസ്സാണ്. ഈ ബിസിനസ് ചെയ്യാനായിട്ട് ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ഇത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം സക്സസ് ഉണ്ടാകാനായിട്ട് വളരെ ഷോർട്ട് ടൈമായിട്ട് നമ്മൾ ആദ്യത്തെ മാസം തന്നെ എക്സിക്യൂട്ടീവ് റാങ്ക് പിടിച്ചാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് ടൈറ്റിൽ ബോണസാണ്. നമുക്ക് ബ്രൗൺസിൻ്റെ ടൈറ്റിൽ ബോണസ് കിട്ടും, നമുക്ക് സിൽവറിൻ്റെ ടൈറ്റിൽ ബോണസ് കിട്ടും, നമുക്ക് ഗോൾഡിൻ്റെ ടൈറ്റിൽ ബോണസ് കിട്ടും, എക്സിക്യൂട്ടീവ് റാങ്കിൻ്റെ ടൈറ്റിൽ ബോണസ് കിട്ടും എന്നുള്ളതാണ്. ഡയമണ്ട് അടിച്ച സമയത്ത് അതും കൂടി കൂട്ടി നമുക്ക് 4 മാസമായിട്ടാണ് റിട്ടേൺ കിട്ടുന്നത്. നമ്മുടെ കയ്യിൽ നിറച്ച് പണം ഉണ്ടാകും. പണമില്ലാത്തതിൻ്റെ കാരണം നമ്മൾ മാത്രമാണ്, നമ്മൾ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്, നമ്മൾ സിസ്റ്റമാറ്റിക്കലി നമ്മൾ ടീമിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കാത്തത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. പണം ഉണ്ടാക്കുന്ന ആൾക്കാർ കറക്റ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി പോകുന്നു, അവരതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം റാങ്ക് പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൽ കുറേ അധികം ലീഡേഴ്സിനെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളുണ്ട്. ഡോക്ടർ സുധീർ സാറാണ് ഇതിൻ്റെ മാതൃകയായിട്ടുള്ള ഒരു ലീഡർ. കാരണം ഈ ബിസിനസ് കയ്യിൽ കിട്ടിയ അപ്പം മുതൽ ഒരു സ്ഥലത്തും നിൽക്കാതെ ഫുൾ ടൈം ഡെഡിക്കേറ്റഡായിട്ട് അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിക്കുന്നു. പുതിയത് വരുന്ന പ്രായം കുറഞ്ഞിട്ടുള്ള ലീഡേഴ്സിന് പോലും ഇതേപോലെ സഞ്ചരിക്കാനോ ഇത്രയും ഡെഡിക്കേഷനോട് കൂടി ഇത്രയും വിൽ പവറോട് കൂടി സഞ്ചരിക്കാനോ സാധിക്കില്ല. അദ്ദേഹം, ഞാൻ വിശ്വസിക്കുന്നു, അടുത്ത മാസം ക്രൗൺ എന്ന് പറയുന്ന നമ്മളുടെ ആ പോസ്റ്റ് നമ്മൾ കവർ ചെയ്യാനായിട്ടുള്ള 100% പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ അടുത്ത ഒരു ലീഡർ എന്ന് പറയുന്നത് രാജീവ് സാർ എന്ന് പറയുന്ന ലീഡറാണ്. രാജീവ് സാറ് ഡെഡിക്കേഷനാണ്, ആളൊരു ബിസിനസ് ഏറ്റെടുത്തല്ല അതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം അദ്ദേഹം ഡയമണ്ട് അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്ത മാസം ഡയറക്ടർഷിപ്പിനും പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ പോസിബിലിറ്റി ഉള്ള ലീഡറാണ് മുരളി സാർ എന്ന് പറയുന്നത്. മുരളി സാർ വന്നിട്ട് ഓൾറെഡി എക്സിക്യൂട്ടീവ് കവർ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം പ്ലാറ്റിനത്തിന് വെറും 600 പോയിൻ്റേ കുറവുള്ളൂ. ഡയമണ്ട് കൺഫേം ആണ്, 100% ഡയമണ്ട് കൺഫേം ആണ്. അതിൻ്റെ അടുത്തുള്ള ലീഡറാണ് ദിലീപ് സാർ അടുത്ത മാസം ഡയമണ്ട് ഷുവറായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ECBX എടുത്തു. ടീമിലെ 2 ഭാഗത്തുള്ള ലീഡേഴ്സിനെയും അദ്ദേഹം ഇടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ലീഡേഴ്സും അച്ചീവർ ആവും ഉറപ്പായിട്ടും. അദ്ദേഹവും നമുക്ക് ഡയമണ്ട് റാങ്ക് അച്ചീവ് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡയമണ്ടും ഡയറക്ടറും അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു ലീഡറാണ് സുധീഷ് ഭരതൻ എന്ന് പറയുന്ന നമ്മുടെ ലീഡർ. അദ്ദേഹം അത്രയും ഡെഡിക്കേറ്റഡായിട്ട് ഫുൾ ടൈം അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ഡയമണ്ടോ ഡയറക്ടറോ ആകുമെന്നുള്ളതാണ്. അതിന് ഭാഗമായിട്ട് ഒപ്പം കുറേയധികം ലീഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അതേപോലെ ഡയമണ്ട് ഫോക്കസിന് നമുക്ക് ഏതൊക്കെ ലീഡേഴ്സ് ഉണ്ടോ ആ ലീഡേഴ്സിനൊക്കെ ഇവിടെ സാധ്യതകളുണ്ട്. ഇന്ന് വന്നിട്ടുള്ള ഒരു ലീഡർക്ക് പോലും നമ്മളുടെ കാലിക്കറ്റ് ടീമിലും സുധീർ സാറിൻ്റെ ടീമിലും ഷാഹുൽ സാറും അങ്ങനെ നിരവധി അസീസ് നമ്മളുടെ അതുപോലെ തന്നെ റിജാസ് മാഷും നമ്മളുടെ മറ്റുള്ള പല ലീഡേഴ്സും ഇതിന് പ്രാപ്തരായ ലീഡേഴ്സാണ്. ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റർ ദിനത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ നമ്മൾ പീഡനത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ ഒരു മഹാദിനമാണ് ഈസ്റ്റർ. ആ ഈസ്റ്റർ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഇതിൽ നമ്മുടെ കുടുംബത്തിന് വരുമാനമുണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് ഒരു ടീമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെയും അച്ചീവറാക്കിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ 1 year 1 CR എന്ന് പറയുന്ന ഒരു മാജിക് ഒരു ഫിഗർ നമുക്ക് എത്തണം. അതിൽ നമ്മൾ 100 കോടീശ്വരന്മാരെ നമ്മൾ കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കണം എന്നുള്ളതാണ് സിൻസിനോ ട്രില്യനേഴ്സ് ക്ലബിൻ്റെ ലക്ഷ്യം.
അതിന് വേണ്ടിയിട്ട് സിൻസിയറായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, ആവശ്യമുള്ള, ഇത് എനിക്ക് വേണം എന്ന് പറയാൻ നെഞ്ചോട് നിന്ന് പറയാനുള്ള ലീഡേഴ്സിനെ നമ്മൾ പ്രത്യേകം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളും എല്ലാം സ്പെഷ്യലായിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവും. നമ്മളും അതിൻ്റെ ഭാഗമായി എത്തുന്നുള്ളതാണ്. നമുക്ക് 100% ഇന്നത്തെ ദിവസം നമ്മൾ അടുത്ത മാർച്ച് 31 തീയതി നമ്മൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് 1 ഇയർ നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കണം. അതിനും കഴിവുള്ളവർ അതിന് മുമ്പ് തന്നെ ഡിസംബർ 31 അവർക്ക് താല്പര്യമെങ്കിൽ അവരത് ഫിക്സ് ചെയ്യണം, ഡേറ്റ്, ഗോൾ സെറ്റ് ചെയ്യണം. അത് ഗോൾ സെറ്റ് ചെയ്തത് ലോ ഓഫ് അട്രാക്ഷൻ്റെ തിയറിയിലൂടെ സിസ്റ്റം പഠിച്ചുകൊണ്ട് നമ്മളുടെ ടെക്നിക്കൽ ട്രെയിനിങ്ങും മറ്റുള്ള എല്ലാം ഈ കമ്പനീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് സമയം മതി. അങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം, മുൻപന്തിയിലേക്ക് വരണം. ആ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ട് ഇത് നേടണം. എല്ലാ ഇതുവരയ്ക്കും നേടിയിട്ടുള്ള എല്ലാ അച്ചീവേഴ്സിനെയും അനുമോദിക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും പുതിയൊരു ഉത്തേജനം, അതായത് പുതിയൊരു ഉയർപ്പ്, പുതിയൊരു സക്സസ് എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്ക് എല്ലാവർക്കും എത്താനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമ്പത്തുണ്ടാകട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. ഈ സിൻസിനോ ഗ്ലോബൽ നമുക്കിവിടെ പൂർണ്ണമായ ട്രെൻഡ് സെറ്റ് കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ആ സെക്കൻഡ് സ്റ്റേജിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.